സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന കടയിൽ 100 വാഹനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവയിൽ കാറുണ്ട്, സ്കൂട്ടറുണ്ട്. വാഹനങ്ങളുടെ ഈ ടയറുകളുടെ എണ്ണം 330 ആണെങ്കിൽ സ്കൂട്ടറിന്റെ എണ്ണം എത്ര? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 330 ടയറുകളാണ് ഉള്ളത്. ഓക്കെ, ആകെ വാഹനങ്ങളുടെ എണ്ണം 100 ആണുള്ളത്. 100 വാഹനങ്ങളുണ്ട്, അതിൽ 330 ടയറുകളുണ്ട്. 100 വാഹനം 330 ടയർ. അപ്പൊ നമുക്ക് ശരാശരി 3.3 ടയറുകളാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പറയുന്നത് ആ കടയില് എന്തുണ്ട്? സ്കൂട്ടറുണ്ട്, കാറുണ്ട്. കാറിന് നമുക്കറിയാം 4 ചക്രങ്ങളാണുള്ളത്. സ്കൂട്ടറിന് നമുക്കറിയാം എത്ര ചക്രങ്ങളുണ്ട്? 2 ചക്രങ്ങളാണുള്ളത്. ഓക്കെ, ഇവിടെ ശരാശരി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് 3.3 ആണ്. അപ്പൊ ഈ 2ഉം 3.3 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ 1.3 കിട്ടും. ഈ 1.3 ആണ് എന്ത്? 1.3 ആണ്. അതുപോലെ കാറും ഈ 3.3 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.7 ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ നമ്മൾ കാറിന്റെയും അതുപോലെ സ്കൂട്ടറിന്റെയും ശരാശരി പറയുമ്പോൾ 1.3 ഈസ് ഈക്വൽ ടു 1.7. അതായത് ഒരിക്കലും നമ്മൾ ശരാശരി റേഷ്യോയിൽ പോയിന്റിൽ വരില്ല. നമുക്കതിനെ 13 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനമാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13:7 കിട്ടും. അതായത് കാറിന്റെയും സ്കൂട്ടറിന്റെയും അനുപാതം എന്ന് പറയുന്നത് 13.7 ആണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആകെ എത്ര സ്കൂട്ടറുകൾ ഉണ്ടാവും ചോദിച്ചിരിക്കുന്നത്. ആകെ എത്ര സ്കൂട്ടറുകളുണ്ട്? നമുക്കറിയാം ആകെ 100 വാഹനങ്ങളാണുള്ളത്. അതിൽ 7 സ്കൂട്ടറിന്റെ റേഷ്യോ. അപ്പൊ 100 × 7. ഇനി ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കാറിന്റെയും സ്കൂട്ടറിന്റെയും അനുപാതം കൂട്ടുമ്പോൾ 13 + 7 20 കിട്ടും. 100 × 7/20. അപ്പൊ ഈ 20 100-ല് 5 തവണ പോകും. 5 × 7 35 സ്കൂട്ടറാണുള്ളത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കാർ ചോദിക്കുകയാണെങ്കിൽ കാർ എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഇത് സെയിം മെത്തേഡ് തന്നെ. 100 വാഹനങ്ങളാകേണ്ട അതിൽ കാറിന്റെ അനുപാതം എന്ന് പറയുന്നത് 13 ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ 20 കിട്ടും. 13 + 7 20 കിട്ടും. അപ്പൊ 20 100-ല് 5 തവണ പോവും. 5 × 13 65. അപ്പൊ 65 സ്കൂട്ടറുകൾ ഉണ്ട്. അതുപോലെ തന്നെ 35 സ്കൂട്ടറുടെ 65 കാർ, അങ്ങനെ 100 വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വളരെ ഈസിയാണിത്.